ഇത് കണ്ടിട്ട് എന്തോ ഒരു മാന്ത്രിക പുസ്തകമാണെന്ന് തോന്നുന്നു. ഒരു കൊച്ചു സുന്ദര വനം. ഒരു ദിവസം. ഹായ് ഡിങ്ക. ഹലോ സാറാ. വല്ലാത്ത വിശപ്പ്. കാടിന്റെ ഉള്ളിലേക്ക് പോയി വല്ലതും കിട്ടുമോന്ന് നോക്കിയാലോ? എങ്കിൽ നമുക്ക് കാട്ടിലെ ആനപ്പാറ ഭാഗത്തേക്ക് പോയി നോക്കാം. ശരി, വായോ. അങ്ങനെ അവർ ആ യാത്ര തുടങ്ങി. കാടിന്റെ മറ്റു ഭാഗങ്ങൾ വേനലിൽ വല്ലാതെ ഉണങ്ങിയ അവസ്ഥയിലാണ്. അതെ അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ആ പുൽമേടുകളൊക്കെ കരിഞ്ഞു പോയതായി കണ്ടിരുന്നു. ഇന്ന് വല്ല കാട്ടുതേനും കിട്ടിയാൽ കുശാലാകും. കുറെ ആയി കാട്ടുതേനൊക്കെ കണ്ടിട്ട്. അങ്ങനെ അവർ കുശലം പറഞ്ഞ് കാടിന്റെ അകത്ത് ചെല്ലുമ്പോൾ കുഞ്ഞിക്കിളി പറന്നവിടെ എത്തുന്നു. ഇതാര്? കുഞ്ഞിക്കിളിയോ? നിന്നെ കണ്ടിട്ട് ഇപ്പൊ കൊറേ ആയല്ലോ. നീ ഇപ്പൊ എവിടെയാ? കാത് വല്ലാതെ വരണ്ടത് കൊണ്ട് ഞാൻ ആ പുഴക്കരയിലായിരുന്നു. പുഴ ഏതാണ്ട് വറ്റി. എങ്കിലും ഇടയ്ക്കൊക്കെ മീൻ കിട്ടും. ഓ, കൊള്ളാം. അങ്ങനെ അവർ ആ യാത്ര തുടർന്നു. എന്താണാവോ ഈ പാറയ്ക്ക് ആനപ്പാറന്ന് പേര് വരാൻ കാരണം? ആർക്കെങ്കിലും അറിയാമോ? അത് എന്താണെന്നാൽ ഞാൻ പറയാം. ആ പാറ ഒരിക്കൽ ഉരുണ്ടുപോയപ്പോൾ ഒരു ആനയാണ് പിടിച്ചു നിർത്തിയത്. അതിനുശേഷമാണ് ആ പാറയ്ക്ക് ആനപ്പാറ എന്ന പേര് കിട്ടിയത്. മണ്ടത്തരം പറയാതെ ഡിങ്ക. ഇതിനെ പാറയെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇതൊരു മല തന്നെയാണ്. അങ്ങനെ ഉരുണ്ടൊന്നും പോകില്ല. പണ്ടു തൊട്ടേ ഇതിന് ആനയുടെ ആകൃതി ആയതിനാൽ മനുഷ്യർ വെച്ച പേരാണ് ആനപ്പാറ. ഓ, അത് കൊള്ളാമല്ലോ. അപ്പോ ഡിങ്കനാള് കൊള്ളാമെന്ന് മനസ്സിലായി. എത്ര വേഗമാണ് ഒരു കഥയുണ്ടാക്കിയത്. കാട്ടുരാജാവാകാൻ പറ്റിയില്ല. സിനിമയിൽ വല്ല ഡയറക്ടറിന്റെ ചാൻസ് എനിക്ക് കിട്ടുമോ എന്തോ. കിട്ടും കിട്ടും. നേരെ നടക്ക്. അവിടെ കാട്ടുരാജാവിന്റെ ഗുഹയുണ്ട്. രാജാവ് ദിവസവും ഓരോരുത്തർക്ക് ചാൻസ് കൊടുക്കാറുണ്ട്. നിനക്ക് വേണമെങ്കിൽ കിട്ടും. അങ്ങനെ കാട്ടുരാജാവിന്റെ ഗുഹയിൽ പോയിട്ടുള്ള ചാൻസ് ഒന്നും ഇപ്പോ എനിക്ക് വേണ്ട. നമുക്ക് തൽക്കാലം ഇപ്പോ ആനപ്പാറ ഭാഗത്തേക്ക് പോകാം. 12 seconds later. അങ്ങനെ അവർ ആനപ്പാറ ഭാഗത്തേക്ക് നടക്കുന്നു. 20 minutes later. ഇതാണ് ആ വഴി. ഞാൻ ഇതുവരെ ഈ വഴിക്ക് പോയിട്ടില്ല. നമുക്ക് പോകാം കുഞ്ഞിക്കിളി. അല്ല ഡിങ്ക, എന്താ ഇത്ര സ്ലോ മോഷൻ? വേഗം വായോ. എനിക്ക് വയസ്സായില്ലേ. നിങ്ങൾ മുന്നിൽ നടക്ക്, ഞാൻ എത്തിക്കോളാം. എങ്കിൽ ഡിങ്കൻ അപ്പൂപ്പൻ മെല്ലെ വാ. 1 hour later. ഇത് കൊള്ളാമല്ലോ. അതെ, നല്ല രസമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരാൻ വൈകിപ്പോയല്ലോ. ഇവിടെ മൊത്തം പഴങ്ങളാണല്ലോ. അതെ ഡിങ്ക. നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് ആരോടും പറയണ്ട. നമുക്ക് മാത്രം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പഴം കഴിച്ചിട്ട് പോകാം. അങ്ങനെ ചെയ്യരുത്. നമുക്കിത് മറ്റുള്ളവരോടും പറയാം. സ്വാർത്ഥത നല്ലതല്ല ഡിങ്ക. അതെ അതെ. ശരി, വായോ. മുന്നോട്ട് പോയി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. Later that same evening. അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഒരു മരത്തിന്റെ താഴെ ഡിങ്കൻ ഒരു പുസ്തകം കാണുന്നു. 12 seconds later. ഇതൊരു പുസ്തകമല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വായോ. ഇത് കണ്ടിട്ട് എന്തോ ഒരു മാന്ത്രിക പുസ്തകമാണെന്ന് തോന്നുന്നു. നമുക്കിത് തുറന്നു നോക്കാം. അങ്ങനെ ആ പുസ്തകം അവർ തുറന്നു നോക്കുന്നു. കൂട്ടുകാരെ, ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയണ്ടേ? അതിനുവേണ്ടി ഞങ്ങളുടെ വീഡിയോ തുടർച്ചയായി കാണണേ. ബൈ.